ഒരു അപ്രോച്ച് എനിക്ക് വന്നിട്ടുണ്ട്. നമുക്കിതെങ്ങനെ പോവാം നോക്കാം എന്നിട്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ചിന്താഗതിയോട് യോജിച്ച് പോകാൻ പല ആളുകൾക്ക് പല അഭിപ്രായമല്ലേ. അത് എനിക്കത് വർക്കൗട്ട് ആവില്ല, എൻ്റെ രീതിക്ക് അത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക. ഒരു പോയിന്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മുന്നോട്ട് പോകാൻ തോന്നുവാണെങ്കിൽ ഓപ്പൺ ആയിട്ട് പറയുക, കണ്ടിന്യൂ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്നാണോ റെഡി, ആ റെഡി ആയ സമയത്ത് വീട്ടുകാരോട് പറയും ഓക്കെ നമുക്കൊരു പ്രപ്പോസ് നോക്കാം. പക്ഷേ അങ്ങനെയും ഞാൻ പറയുമ്പം സമയം എടുക്കാം, ഒരു 6 months 7 months ഒക്കെ സംസാരിച്ച് അങ്ങനെ ചാടിക്കേറിയ ഒരു കല്യാണം. എല്ലാവരും പറയുന്നുണ്ട് പെൺകുട്ടികളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കല്യാണമാണ്. ഞാൻ ഒരിക്കലും അതങ്ങനെ പറയില്ല. അതിനേക്കാൾ ഉപരി നിങ്ങളുടെ ഡ്രീംസിൻ്റെ പുറകെ പോവുക, നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ എത്രയും പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ കല്യാണം കഴിയുമ്പോഴത്തേക്കും ഞാൻ നിനക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുമെന്ന് പറഞ്ഞാൽ നടക്കണമെന്നില്ല. കാരണം എനിക്ക് തന്നെ അറിയാം, കുറേ പേര് പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് പോയിട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തേക്കും കുട്ടികളായി, പിന്നെ അവർക്ക് അവരുടെ ഡ്രീമിന് പുറകെ പോകാൻ പറ്റിയിട്ടില്ല. ചില പാർട്ട്നേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന പാർട്ട്നേഴ്സുണ്ട്. പക്ഷെ വളരെ നമുക്കതൊക്കെ ഒരു ലക്കാണ്, നമ്മൾ റിസ്ക് എടുത്തിട്ട് ചെയ്യണം. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പെൺകുട്ടികൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയതിനു ശേഷം വിവാഹം കഴിക്കുക. നമുക്കറിയില്ല നാളെ എന്താ സംഭവിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് നമ്മൾ ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ ട്രീറ്റ് ചെയ്യപ്പെടാൻ നമുക്കറിയില്ല. അപ്പോൾ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ട്. അപ്പോൾ പറയും മൂക്കി പല്ല് വന്നിട്ടാണോ കല്യാണം കഴിക്കേണ്ടത്?